നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. എന്റെ മനസ്സാണിത്. ശക്തമായ ശബ്ദം KPCC പ്രസിഡന്റ് സുധാകരൻ്റേത് മാത്രമാണ്. എന്നാൽ പ്രതിപക്ഷ ധർമ്മം ഭംഗിയായി നിറവേറ്റുന്ന ചില വ്യക്തികളുണ്ട്. അതിലൊരാൾ മുൻ ബിഗ് ബോസ് ജേതാവ് കൂടിയായ ചലച്ചിത്ര സംവിധായകൻ അഖിൽ മാരാറാണ്. അഖിൽ മാരാർ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അവസരം കിട്ടുമ്പോഴൊക്കെ പിണറായിക്കും അദ്ദേഹത്തിന് ദുഷ്ഭരണത്തിനുമെതിരെ ആവശ്യത്തിന് കൊടുക്കാറുണ്ട്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. KSFക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് 81.43 കോടി രൂപയാണ്. എനിക്കത് മനസ്സിലായിട്ടില്ല ഇതെന്താ സംഭവം എന്നുള്ള കാര്യം. ഇത് എന്റെ അറിവില്ലായ്മയായിരിക്കാം, എന്റെ തെറ്റായിരിക്കാം. 81.43 കോടി രൂപ KSFക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു. ദുരിതാശ്വാസ നിധിയുടെ 2016 ഏപ്രിൽ 1 മുതൽ 2019 ഓഗസ്റ്റ് 31 വരെയുള്ള ഓഡിറ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്രമക്കേടും ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് ആ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിണറായി പറയുന്നത് ആർക്ക് വേണമെങ്കിലും വിവരാവകാശ നിയമപ്രകാരം രേഖകൾ കിട്ടുമെന്നാണ്. എല്ലാം ഓഡിറ്റ് ചെയ്തതാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ ആ ഓഡിറ്റ് റിപ്പോർട്ട് ഒന്ന് പുറത്തുവിടൂ, അല്ലെങ്കിൽ ആരെങ്കിലും വിവരാവകാശ പ്രകാരം അപേക്ഷിച്ചപ്പോൾ കിട്ടിയ ആ റിപ്പോർട്ട് ഒന്ന് പുറത്തുവിടൂ. ഇത് പിണറായിക്ക് പറയാൻ എളുപ്പമാണ്. വിവരാവകാശ നിയമപ്രകാരം MK ഹരിദാസിനെ പോലുള്ളവർ പലതവണ പരിശ്രമിച്ചിട്ടും കിട്ടിയിട്ടില്ല എന്ന് പിണറായി ഇനിയെങ്കിലും തിരിച്ചറിയുക. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽപ്പെടും, പക്ഷെ കണക്കില്ല, അതുകൊണ്ട് കൊടുക്കുന്നില്ല എന്നതാണ് വാസ്തവം. കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFക്ക് നൽകിയ തുകയാണ്. കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ 81,43,00,000 രൂപ KSFക്ക് നൽകി. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യൂ. സെൽഫോണും കാറും കോപ്പും ഒക്കെ ഒപ്പിച്ചെടുക്കാൻ വല്ലവന്റെ മുമ്പിൽ ചെന്ന് കുനിഞ്ഞു നിൽക്കാനും കാല് തീരുമാനമൊന്നും എന്നെ കിട്ടത്തില്ല. ഇതാണ് വസ്തുത. അഖിൽ ഇതിന് മറുപടി രംഗത്ത് വന്നു. അത് മാസം തോറും 500 രൂപ വെച്ചടയ്ക്കുന്ന സ്കീമായിരുന്നു. അത് 15,000 രൂപ അടച്ചാൽ മതി. അപ്പൊ സാറ് ഒരു ചെറിയ സംശയം, അപ്പം ഈ ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് KSFക്ക് പൈസ തരുന്നത്? കാരണം ആക്ച്വലി ഗവൺമെന്റ് തന്ന പൈസയല്ല, അത് KSFയുടെ പൈസയാണ്. അല്ല, മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഒരു ഭാഗം തെറ്റാണ്. ഗവൺമെന്റ് തന്നതല്ല, അത് KSFയുടെ പദ്ധതിയാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. നിങ്ങൾ വിചാരിക്കും KSF ഇത് സൗജന്യമായിട്ട് കൊടുത്തതാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് സൗജന്യമായിട്ട് കൊടുത്തതല്ല. ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുന്ന 81.43 കോടി രൂപ എവിടെ പോയി? എവിടെ പോയി പിണറായി വിജയ? എവിടെ പോയി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി? 81.43 കോടി രൂപ KSFക്ക് കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ ലാപ്ടോപ്പ് മേടിക്കാനാണ് പറഞ്ഞതെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് കേട്ടോണ്ടിരിക്കുന്ന സൈബർ കമ്മികളോട് എനിക്ക് പറയാനുള്ളത്, വായി തോന്നുന്ന വിവരക്കേടും വന്ന് ഈ കമന്റ് ഇടാതെ. പറ്റിക്കപ്പെട്ടത് നിന്റെയൊക്കെ പാർട്ടിക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ. കാര്യം ഈ ലാപ്ടോപ്പ് ഏറ്റവും കൂടുതലും കിട്ടിയിട്ടുള്ളത് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾക്കായിരിക്കും. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ.